നമസ്കാരം. വിനോവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇനി കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക്. ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ലോക വനിതാ ദിനം വൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കോട്ടിന ഹോസ്പിറ്റലിന്റെയും വൈറ്റ്സിന്റെയും ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മാർച്ച് മാസം 9-ാം തീയതി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. രാവിലെ 8:30 നടന്ന ദിവ്യബലിക്കും കാഴ്ചവെപ്പിനും വൈറ്റ്സ് നേതൃത്വം കൊടുത്തു. അതിനെ തുടർന്ന് കോട്ടിന ഹോസ്പിറ്റലിൽ സ്ത്രീകൾക്ക് സൗജന്യ രോഗനിർണയ പരിശോധനാ ക്യാമ്പും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള ക്ലാസും ഒരുക്കിയിരുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിസ്റ്റർ ജോളി ജോർജ് JMJ സ്വാഗത പ്രസംഗം പറയുകയും മിസസ് ബിന്ദു ആന്റണി അധ്യക്ഷ പ്രസംഗവും റവറന്റ് ഫാദർ സിബിച്ചൻ ചെറുതിയിൽ സ്ത്രീയുടെ മഹത്വത്തെ അനുമോദിക്കുകയും കുടുംബത്തിൽ അവരുടെ സംഭാവനയെക്കുറിച്ചും അനുമോദിക്കുകയും അവർക്ക് ഒരു നല്ല കുടുംബത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കഴിവിനെക്കുറിച്ചും അനുഗ്രഹ പ്രസംഗം നടത്തുകയും ചെയ്തു. ഒരു രോഗം വന്ന ശേഷം അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ അതിനെ മുൻകൂട്ടി തടയുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ നല്ലതും ഫലപ്രദവുമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കൽ, ശരിയായ ഭക്ഷണരീതി, ശുദ്ധമായ പരിസ്ഥിതി, കായിക പ്രവർത്തനം, നിരന്തര ആരോഗ്യ പരിശോധന എന്നിവ രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കും. ഒരു സ്ത്രീയിൽ എന്തൊക്കെ ഹോർമോൺ സംബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആയിരുന്നു PS ഹോസ്പിറ്റൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ലിജ CTCയുടെ ക്ലാസിന്റെ ഉള്ളടക്കം. പ്രതിരോധം ചികിത്സയേക്കാൾ മെച്ചമാണ് എന്നും ഡോക്ടർ സിസ്റ്റർ ലിജ കൂട്ടിച്ചേർത്തു. സ്ത്രീയുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചുവെക്കാതെ തക്ക സമയത്ത് രോഗപരിശോധന നടത്തി ശരിയായ പ്രതിവിധി നേടേണ്ടതാണ്. ക്ലാസിനെ തുടർന്നുണ്ടായ മെഡിക്കൽ പരിശോധനയിൽ കോട്ടിന ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ തെരേസ ടെൻസ് ഓരോരുത്തരെയും പേഴ്സണലായി പരിശോധിക്കുകയും അവരുടേതായ ആരോഗ്യ പ്രശ്നത്തിന് തുടർന്നുള്ള ചികിത്സയെക്കുറിച്ചും പറഞ്ഞുകൊടുക്കുകയും മരുന്നുകൾ സൗജന്യമായി നൽകുകയും ചെയ്തു. അതുപോലെ കോട്ടിന ഹോസ്പിറ്റൽ അധികാരികൾ ഡോക്ടർ ലിജയുടെ ഹോസ്പിറ്റലിൽ വച്ച് ക്യാമ്പിന് വന്നവർക്ക് സ്കാൻ ഫെസിലിറ്റി ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞു. മിസസ് മിനി റാഫേൽ വൈറ്റ് സെക്രട്ടറി കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞു. നോമ്പുകാലത്തിൽ ഇടവക ജനത്തെ ആത്മീയമായി ഒരുക്കുന്നതിനായി സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ ഇടവക ആരാധന ദിനം ആചരിച്ചു. മാർച്ച് 12-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ച ആരാധന വൈകിട്ട് 7 മണിയോടുകൂടി സമാപിച്ചു. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്വർഗീയ മഹത്വത്തിലേക്ക് വിശുദ്ധ സമൂഹം അനുരൂപരാകുവാൻ തിരുസഭ ഒരുക്കിയിരിക്കുന്ന ഈ നോമ്പുകാലത്തിൽ ഇടവക സമൂഹത്തെ അതിലേക്കായി ഒരുക്കുവാനായി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ ഈ വർഷവും ഇടവക ആരാധന ദിനം ആചരിച്ചു. മാർച്ച് 12-ാം തീയതി ബുധനാഴ്ച രാവിലെ 7:30 ഉള്ള രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ തിരുവൾത്താരയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചു. തുടർന്ന് 8:15 മുതൽ 9:15 വരെ 30-ാം യൂണിറ്റും 1 മുതൽ 4 വരെയുള്ള യൂണിറ്റുകൾ ഉൾപ്പെടുന്ന 1-ാം ബ്ലോക്കും ആരാധനയ്ക്ക് നേതൃത്വം നൽകി. 9:15 മുതൽ 10:15 വരെ 5 മുതൽ 9 വരെയുള്ള യൂണിറ്റുകൾ ഉൾപ്പെടുന്ന 2-ാം ബ്ലോക്ക് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. ഉച്ചയ്ക്ക് 2:15 വരെ തുടർന്നുള്ള 4 മണിക്കൂറുകളിൽ 10 മുതൽ 29 വരെയുള്ള 20 യൂണിറ്റുകൾ ഉൾപ്പെടുന്ന 3 മുതൽ 6 വരെയുള്ള ബ്ലോക്കുകൾ ഓരോ മണിക്കൂറിലും ആരാധനയ്ക്ക് നേതൃത്വം നൽകി. 2:15 മുതൽ 3:15 വരെ ഇടവകയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പും ഭക്തസംഘടനകളും യുവജന സംഘടനകളും ചേർന്നാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത്. 3:15 മുതൽ 4:15 വരെ മതബോധന അധ്യാപകരും കുട്ടികളും ആരാധനയ്ക്ക് നേതൃത്വം നൽകി.
4:15 മുതൽ 5:15 വരെ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന JMJ കോൺവെന്റിലെയും വിക്ടറി കോൺവെന്റിലെയും സിസ്റ്റേഴ്സ് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. 5:15 മുതൽ 6:15 വരെ ഫാദർ സ്റ്റീഫൻ OCD-യുടെ നേതൃത്വത്തിൽ ഇടവകയിലെ ഗായക സംഘമാണ് ആരാധന നയിച്ചത്. തുടർന്ന് ഫാദർ സിബിച്ചൻ ചെറുതിയലിൻ്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടു കൂടെയും ആരാധന സമാപിച്ചു. ചെല്ലാനം മറുവാക്കാട് കർമ്മലാശ്രമത്തിൽ ആത്മീയാനന്ദം ബൈബിൾ കൺവെൻഷൻ 2025 ആരംഭിച്ചു. കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചെല്ലാനം മറുവാക്കാട് കർമ്മലാശ്രമത്തിൽ ആത്മീയാനന്ദം ബൈബിൾ കൺവെൻഷൻ തുടക്കമായി. മാർച്ച് 12 ബുധനാഴ്ച ആരംഭിച്ച ധ്യാനം മാർച്ച് 16 ഞായറാഴ്ച അവസാനിച്ചു. ധ്യാനം കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിശുദ്ധ ബലിയർപ്പിക്കുകയും ചെയ്തു. ഈ നോമ്പുകാലം വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവജനത്തെ ആത്മീയമായി ഒരുക്കുന്നതിനു വേണ്ടി ചേർത്തല യേശുഭവൻ ധ്യാന കേന്ദ്രത്തിലെ റവറൻഡ് ഫാദർ ബാബു പോൾ OCD-യുടെ നേതൃത്വത്തിൽ റവറൻഡ് ഫാദർ ലൈജു പുതുശ്ശേരി OCD, റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ OCD എന്നിവരാണ് ആത്മീയാനന്ദം ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുത്തിട്ട് 12 വർഷം തികയുന്നു. ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 12 വർഷം. 2013 മാർച്ച് 13-നാണ് അർജന്റീനയിലെ ബുവാനോസ് ആരിസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മരിയോ ബെർഗോളയോ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1282 വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തി, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി, ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് പരമാധ്യക്ഷനായി അവരോധിതനായത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16-ാമൻ പാപ്പ 2013 ഫെബ്രുവരി 28-ന് സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത്. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വത്തിക്കാൻ അറിയിച്ചു. വിനോവർത്തമാനം സമാപിച്ചു. നന്ദി, നമസ്കാരം.